സുഹൃത്തുക്കളെ, ഈ അറിഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അറിഞ്ഞു കഴിക്കേണ്ട ഒരു സംഗതിയാണ് ഭക്ഷണം എന്ന് പറയുന്നത്. എപ്പോഴും എന്നോട് സുഹൃത്തുക്കൾ പറയാറുണ്ട്, എങ്ങനെയാണ് ഈ നമ്മൾ ആഹാരം ഒന്ന് നിയന്ത്രിക്കുക. അപ്പം ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആഹാരം കഴിക്കുന്നവരായി മാറിയത്, പ്രത്യേകിച്ച് ഈ കാർബോഹൈഡ്രേറ്റ്. നമ്മളുടെ ഒരു ഭക്ഷണ രീതിയിൽ കഞ്ഞിയും പിന്നെ അപ്പോ ഇടിയപ്പോ എല്ലാം നമ്മളുടെ ഭക്ഷണത്തിൽ ഭൂരിപക്ഷവും ഷുഗറാണ് എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് ആണ്. പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങളും. അപ്പോൾ ഈ കപ്പയും ചേനയും ചേമ്പും അത് പണ്ട് മുതലേ ഈ കഞ്ഞിയും ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമായി മാറിയത് എങ്ങനെയാണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് ഭക്ഷണത്തിൽ ഒരു ക്രമീകരണം വരുത്താൻ കഴിയും എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കഴിക്കുന്നവരായി മാറിയത് എന്നുള്ള ഒരു അന്വേഷണമാണ്. ശരിക്കും അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഒന്നാമതായി അറിയേണ്ടത്, എല്ലാ ജീവികളും, മനുഷ്യനടക്കം എല്ലാ ജീവികളും തേടി നടന്ന് ആഹാരം കഴിക്കുന്നവരായിരുന്നു. കിട്ടുമ്പോൾ കഴിക്കുക, കിട്ടുന്നത് കഴിക്കുക, ഇതായിരുന്നു എല്ലാ ജീവികളും പിന്തുടർന്ന് വന്നിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത്. മനുഷ്യനും അങ്ങനെയായിരുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക, എപ്പോഴും ആഹാരം കിട്ടത്തില്ല. അപ്പോൾ തന്നെ ഈ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി ആഹാരം കിട്ടാതിരിക്കുന്ന അവസ്ഥയും പട്ടിണിയും. കിട്ടുമ്പോഴാകട്ടെ ആഹാരം എന്ത് ചെയ്യും, വയറ് നിറച്ച് കഴിക്കും. ഇങ്ങനെ അധികമായി കഴിക്കുന്ന ആഹാരം ശരീരം എന്ത് ചെയ്യും, അത് ഊർജമാക്കി ശരീരത്തിൽ സൂക്ഷിച്ചു വെക്കും. അതിനാണ് നമ്മൾ കൊഴുപ്പെന്ന് പറയുക. എന്തിനാണ് ശരീരം ഇങ്ങനെ ചെയ്യുന്നത്? ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ ജീവിച്ചിരിക്കാൻ വേണ്ടി, ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ മെക്കാനിസം നമ്മുടെ ശരീരത്തിൽ രൂപപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അമിതമാകുമ്പോൾ ആ അമിതമായ ഭക്ഷണത്തെ കൊഴുപ്പായി ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സൂക്ഷിച്ചു വെക്കും. കാരണം ആവശ്യം വരുമ്പോൾ എടുക്കുന്നതിന് വേണ്ടി. രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ പ്രകൃതിയിലുള്ള എല്ലാ ജീവികളും ഭക്ഷണം എന്ന് പറയുന്നത് ശരിക്കും ഊർജത്തിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ജീവിച്ചിരിക്കാൻ, പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഊർജം, അതാണ് ഭക്ഷണം നമുക്ക് നൽകുന്നത്. അപ്പോൾ ശരിക്കും ഊർജത്തിൻ്റെ സ്രോതസ്സ് സൂര്യനാണ്. അപ്പോൾ സൂര്യനിൽ നിന്നും നേരിട്ട് ഊർജം സ്വീകരിച്ചുകൊണ്ട് ഭക്ഷണം പാകം ചെയ്യുന്ന ഏക ജീവികളെന്ന് പറയുന്നത് ഭൂമിയിലെ സസ്യങ്ങൾ മാത്രമാണ്. ബാക്കി എല്ലാ ജീവികളും ഒന്നല്ലെങ്കിൽ സസ്യങ്ങളെ തിന്നുന്നവരോ അല്ലെങ്കിൽ സസ്യങ്ങളും തിന്ന ജീവിയെ കൊന്ന് ജീവിക്കുന്നവരോ ആണ് ഭൂമിയിലുള്ളത്. നമ്മുടെ സയൻസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഹെർബിവോറുകളും പിന്നെ കാർണിവോറുകളും. മനുഷ്യൻ ശരിക്കും ഒമ്നിവോറാണ്. ഒമ്നിവോർ എന്ന് പറഞ്ഞാൽ സസ്യവും തിന്നും ജീവികളെയും തിന്നും, മറ്റുള്ള സസ്യങ്ങളെ തിന്നുന്ന ജീവികളെയും തിന്നുന്ന ഒമ്നിവോറാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുക, ഒരു ജീവിയെ കൊന്നാണ് നമ്മൾ ആഹാരം കണ്ടെത്തിയിട്ടുള്ളത്. അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ ഒരു 10,000 വർഷമായിട്ട് മനുഷ്യൻ കണ്ടുപിടിച്ച ഒരു മെക്കാനിസമാണ് കൃഷി എന്ന് പറയുന്നത്. കൃഷി എന്ന് പറഞ്ഞാൽ അവിടെയും ഇവിടെയും ഒക്കെ നിന്നിരുന്ന സസ്യങ്ങളെ ഒരിടത്ത് വളർത്താമെന്നും അതിനെ ആഹാരമാക്കുന്നും കണ്ടുപിടിച്ച രീതിയാണ്. അതുപോലെ അവിടെയും ഇവിടെയും ഒക്കെ വളർന്നിരുന്ന മൃഗങ്ങളെ കൂട്ടിലിട്ട് വളർത്തി അവയെ ഭക്ഷണമാക്കാൻ കഴിയും എന്ന് മനുഷ്യൻ കണ്ടുപിടിച്ച ഒരു മെക്കാനിസമാണ് കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൃഷി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ മനുഷ്യൻ്റെ അന്വേഷണങ്ങൾ മനുഷ്യൻ എളുപ്പമായതിലേക്ക് മാറുന്നുണ്ട്. കാരണം കൃഷി ചെയ്യാനും എളുപ്പം, ആ കൃഷി ചെയ്ത സംഗതി കൂടുതൽ നാളത്തേക്ക് ഭക്ഷണമായി സൂക്ഷിച്ചു വയ്ക്കാനും കഴിയുന്നത് ധാന്യങ്ങളാണ്, അതായത് അരികളാണ്. അരി, നെല്ല് മാത്രമല്ല, മറ്റുള്ള എല്ലാ ചെറുധാന്യങ്ങളടക്കമുള്ള എല്ലാ ധാന്യങ്ങളും, ഗോതമ്പ്, ബാർലി, തിന, അങ്ങനെ എല്ലാ അരിവർഗ്ഗങ്ങളും എന്താണ്, കുറേ നാൾ സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റും. ഈ മൃഗങ്ങൾ ഏറ്റവും നല്ല പ്രോട്ടീനാണ് മാംസാഹാരമെങ്കിലും ഒരു മാംസാഹാരവും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അധിക നാൾ സൂക്ഷിച്ചു വയ്ക്കാൻ കഴിയില്ല. അത് അപ്പോൾ തന്നെ അല്ലെങ്കിൽ കുറച്ച് ഇതാവും. ഇപ്പോൾ ഈ ആധുനികമായിട്ടാണ് റെഫ്രിജറേറ്റർ കണ്ടുപിടിച്ചത്. ആദ്യകാല മനുഷ്യൻ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ ആഹാരം കൂടുതൽ നാൾ സൂക്ഷിച്ചു വയ്ക്കാൻ, എന്നും ആഹാര ലഭ്യത ഉറപ്പുവരുത്താൻ വേണ്ടി മനുഷ്യൻ എന്ത് ചെയ്തു, ഈ അരിവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുകയും അത് മുഖ്യ ഭക്ഷണമായി മാറുകയും ചെയ്തു. മാത്രവുമല്ല,
സങ്കീർണമായ ഒരു കോഴിയെ ഉണ്ടാക്കി വളർത്തി വലുതാക്കുന്നതിനേക്കാൾ എളുപ്പമാണ് എന്ത് ചെയ്യുക, ആവശ്യം പോലെ നെൽകൃഷി നടത്താൻ പറ്റുന്നത് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ആഹാരം മനുഷ്യൻ സൂക്ഷിച്ചു വയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഈ പറയുന്ന അരി ആഹാരത്തിലേക്ക് ഷിഫ്റ്റായി. പക്ഷെ ആധുനികമായിട്ട് കൃഷി വികസിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഭക്ഷണങ്ങളും എന്ന് പറഞ്ഞാൽ ഊർജം, നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റാബോളിസം, ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജം പ്രദാനം ചെയ്യുന്ന പ്രധാനപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് പ്രോട്ടീന്, വൈറ്റമിൻസ്, പിന്നെ കാർബോഹൈഡ്രേറ്റ്, പിന്നെ നമ്മൾ ട്രേസ് എലമെൻറ്റ്സ്, അതായത് സെൽ ഡിവിഷനൊക്കെ സഹായിക്കുന്ന ഈ കളറുള്ള ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് ഈ എന്താ പറയുന്നത് ക്യാരറ്റ്, ബീട്രൂട്ട്, ക്യാപ്സിക്കം, കളറുള്ള, അങ്ങനെ അത് നിത്യവും ഇടയ്ക്കൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടേണ്ടതാണ്. അപ്പോൾ ഇതാണ് ഭക്ഷണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇന്ന് എളുപ്പത്തിൽ കൃഷി ചെയ്യാനുള്ള ആധുനിക സംവിധാനങ്ങൾ മനുഷ്യൻ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും ഈ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും നമ്മുടെ ഒന്നും ജീവിതത്തിലേക്ക് ഈ പഴയ രീതി തന്നെയാണ് എന്ത് ചെയ്തത്, നമ്മളൊക്കെ ഫോളോ ചെയ്യുന്നത്. കൂടുതൽ അരി മേടിച്ച് സൂക്ഷിക്കുക, പൈസ ആദ്യം കിട്ടുമ്പോൾ തന്നെ കുറേ അരിയോട് ബന്ധപ്പെടുത്തിയ പച്ചരിയും ഗോതമ്പും ഇതെല്ലാം കാർബോഹൈഡ്രേറ്റാണ്. പോരാത്തതിന് വരുന്ന വഴിക്ക് കപ്പയും മേടിച്ച് കഴിക്കും. അപ്പോൾ ഈ നമ്മുടെ ആഹാരത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെയിനായ പണം എന്തായി മാറി, ഈ കാർബോഹൈഡ്രേറ്റിന് വേണ്ടിയായി മാറി. അപ്പോൾ ഇങ്ങനെ കാർബോഹൈഡ്രേറ്റ് ചെല്ലുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കാർബോഹൈഡ്രേറ്റ് എന്നുള്ള ഏത് ഭക്ഷണവും ചെല്ലുമ്പോൾ നേരത്തെ പറഞ്ഞ ആ ശരീരം ഒരു 2.5 ലക്ഷമായി അല്ലെങ്കിൽ കോടിക്കണക്കിന് വർഷങ്ങളായി തുടരുന്ന ഒരു ശരീരമാണ് നമ്മുടേത്, ജീവിയുടെ ഒരു ശരീരമാണ്. അതിനറിയാവുന്നത് കിട്ടുമ്പോൾ ഭക്ഷണം ആവശ്യത്തിന് കഴിക്കുക, അത് സൂക്ഷിച്ചു വയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ അത് എടുക്കുന്നത് ആഹാരം കിട്ടാതെ വരുമ്പോഴും ആണ് ആഹാരം എടുക്കുക. അതാണ് നമ്മൾ ഈ ഫാസ്റ്റിംഗ് ജീവിതത്തിൻ്റെ ഭാഗമാക്കണമെന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിന് ഫാസ്റ്റിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ കഴിച്ച സമയത്തുള്ള സൂക്ഷിച്ചു വച്ചിട്ടുള്ള കൊഴുപ്പുകൾ എടുത്ത് ശരീരത്തിന് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ആണ് ശരിക്കും നമ്മൾ കാർബോഹൈഡ്രേറ്റ് കൂടുതലായി കഴിക്കുന്നവരായി മാറിയത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് നമ്മൾ ഉണ്ടാവുകയും, ഇന്ന് കാലം മാറിയിട്ടുണ്ട്. നമ്മളൊരു സൂപ്പർ മാർക്കറ്റിലോട്ട് ചെന്നാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനിൻ്റെ ഇനത്തിൽപ്പെട്ടതും പിന്നെ വൈറ്റമിൻ്റെ തലത്തിൽപ്പെട്ടതും പിന്നെ നട്ട്സും ഫ്രൂട്ട്സും എല്ലാം നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഇപ്പം ശരി, നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഭക്ഷണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രകൃതിയിലുണ്ടായ ഒരേ ഒരു സംഗതി അതെന്താണ്, ഫ്രൂട്ട്സുകൾ മാത്രമാണ്. ഒരിക്കലും അതെന്ന് വെച്ചാൽ ഫ്രൂട്ട്സുകളും പൂവിലെ തേനുമാണ്. തേനീച്ച കുടിച്ച തേൻ അതിൻ്റെ ഭക്ഷണമാണ്. പൂവിലെ തേനും പിന്നെ പഴങ്ങളും, ഇത് രണ്ടും ലൈംഗികതയുമായി ബന്ധപ്പെട്ട് പ്രകൃതിയിലുണ്ടായ ഒരു വലിയ സംഭവമാണ്. എന്ന് പറഞ്ഞാൽ ഒരു ജീവി അതിൻ്റെ ജീവൻ തുടരുന്നതിന് വേണ്ടി അതിൻ്റെ സന്തതിയെ ഉൽപ്പാദിപ്പിക്കാൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടൊരു സസ്യം കണ്ടുപിടിക്കുന്ന ടെക്നോളജിയാണിത് പഴമെന്ന് പറയുന്നത്. ആ പഴം ഉണ്ടാകുമ്പോൾ ജീവികൾ അങ്ങോട്ടേക്ക് ആകർഷിക്കപ്പെടുകയും വിത്ത് അതിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ച് ഈ ജീവി ഇത് കഴിക്കുമ്പോൾ, മരത്തിനൊരിക്കലും ഇത് കൊണ്ടു നടന്ന് അതിലും കൊണ്ടിടാൻ പറ്റത്തില്ലല്ലോ, ഒരു സസ്യത്തിനും കഴിയില്ല. കാരണം ഇമ്മൂവബിൾ ജീവിയാണ്, ചലിക്കാൻ കഴിയാത്ത ജീവിയാണല്ലോ സസ്യങ്ങൾ. അപ്പോൾ ചലിക്കാൻ കഴിയുന്ന ജീവികളെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി വന്ന മെക്കാനിസമാണ് പഴമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പഴം കഴിച്ചിട്ട് എന്ത് ചെയ്യും, ഈ പഴം കഴിക്കുമ്പോഴും അതിൻ്റെ അരികൾ ദഹിക്കാതിരിക്കാനുള്ള എല്ലാ മെക്കാനിസത്തോടു കൂടിയാണ് ഒരു ചെടി എന്ത് ചെയ്യുന്നത്, അതിൻ്റെ പഴം ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഴം കഴിച്ചു കഴിയുമ്പോൾ പക്ഷികളൊക്കെ അത് കാഷ്ടിക്കുമ്പോൾ ആ സസ്യം അവിടെ മുളയ്ക്കുകയായിരിക്കും. അപ്പോൾ അതിൻ്റെ ജീവൻ അവിടെ തുടരുന്നു. മറ്റൊന്ന് തേനാണ്. ഈ തേൻ എന്ന് പറയുന്നത് പരാഗണം നടത്തുന്നതിന് വേണ്ടി സസ്യങ്ങൾ കണ്ടുപിടിച്ച ഒരു മെക്കാനിസമാണ് ശരിക്കും എന്ന് പറയുന്നത് ഈ പറയുന്ന തേൻ എന്ന് പറയുന്നത്. അപ്പോൾ തേൻ നൽകി മറ്റു ജീവികളെ, മൂവബിളായ ജീവികളെ ആകർഷിച്ച്, അല്ലേ, പൂവിൻ്റെ നിറം, മണം ഇതൊക്കെ അറിഞ്ഞ ജീവികൾ എന്ത് ചെയ്യും, ഈ സസ്യത്തിലേക്ക് വരികയും അതിൻ്റെ പൂമ്പൊടി വിതരണം ചെയ്തുകൊണ്ട് അതിൻ്റെ പരാഗണത്തിലൂടെ അതിൻ്റെ ഈ ജീവൻ്റെ തുടർച്ച ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന ഒരു മെക്കാനിസമാണത്. അപ്പോൾ ഈ രണ്ട് ഭക്ഷണങ്ങളാണ് പ്രകൃതിയിൽ ഭക്ഷണമായിട്ടുള്ളത്. ഈ നെല്ലും സംഭവമൊന്നും ശരിക്കും ആ ചെടി അതിൻ്റെ അടുത്ത തലമുറയെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സംഭരിച്ചു വെച്ചതാണത്.
അപ്പോൾ ആ വിത്തിനെയാണ്, ആ കുഞ്ഞിനെയാണ് നമ്മൾ പുഴുങ്ങി അടിക്കുന്നത്. ശരിക്കും പ്രകൃതിയിൽ എന്തില്ല, ഒരു ജീവിയെ കൊന്നേ ആഹാരമാക്കാൻ കഴിയൂ. നിലവിൽ ഇതുവരെ മറ്റുള്ള സംവിധാനങ്ങളൊന്നും, ഇപ്പോൾ സിന്തറ്റിക് മാംസമൊക്കെ കണ്ടുപിടിക്കുന്നുണ്ടെന്ന് പറയുന്നെങ്കിലും ഇതുവരെയുള്ള സംവിധാനം ഒരു ജീവിയെ ഉണ്ടാക്കി ആ ജീവിയെ കൊന്നു കഴിക്കാനേ മാർഗമുള്ളൂ. അപ്പോൾ ഈ ഒരു തിരിച്ചറിവ്, നമ്മൾ ഇങ്ങനെയാണ് കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കഴിക്കുന്നവരായി മാറിയത്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മാറേണ്ടതുണ്ട്. കാരണം നമ്മുടെ ജീവിതശൈലി മാറി, നമുക്ക് ആഹാര ലഭ്യത ഉറപ്പ് വന്നു, ഏത് ആഹാരവും എപ്പോഴും കിട്ടുന്ന അവസ്ഥയിലേക്ക് മാറി. എപ്പോഴും മാംസം കിട്ടും, എപ്പോഴും മത്സ്യം കിട്ടും, നട്ട്സും ഫ്രൂട്ട്സും കാർബോയും എല്ലാം നമുക്ക് സുലഭമായി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ആഹാര രീതിയിൽ ഈ അറിഞ്ഞുകൊണ്ട് വരുത്തുന്ന മാറ്റങ്ങൾ നല്ല ഒരു ഭക്ഷണശീലം കെട്ടിപ്പടുക്കാൻ നമ്മളെ സഹായിക്കും. എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഹാപ്പി ലൈഫ്.